ഹലോ. ഞാൻ പുതിയ വീഡിയോയുടെ ഇങ്ങനെ സബ്ജക്റ്റ് തപ്പി നടക്കുമ്പോഴാണ് എന്തുകൊണ്ട് ഫാം തുടങ്ങുന്ന ആൾക്കാർക്ക് ഒരു വീഡിയോ ചെയ്തുകൂടാ എന്നുള്ളൊരു ഐഡിയ എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഫാം ഉള്ളവരുടെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്, എല്ലാവർക്കും എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം. എന്തുകൊണ്ട് നമുക്ക് ഫാം തുടങ്ങുന്ന ഒരാൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ ഫാം തുടങ്ങുന്ന ഡയറക്ഷനോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടതെന്നോ ഉള്ളൊരു ഐഡിയ ഉണ്ടാവും. എന്നാലും വളരെ വ്യക്തമായിട്ടുള്ളൊരു 6 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഫാമിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഈ ഒരു 6 കാര്യത്തിൽ പെടും. ഇപ്പോൾ കർഷകർക്ക്, ഇപ്പോൾ ഫാമുള്ള കർഷകർക്ക് തന്നെയാണെങ്കിൽ അത് വേണമെങ്കിൽ മാറ്റി നമുക്ക് അറേഞ്ച് ചെയ്യാനും പറ്റുന്നൊരു വീഡിയോ ആണിത്. എന്തായാലും മൊത്തമായിരുന്നു കാണുക. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ മൊത്തം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു 6 അല്ലെങ്കിൽ 7 സബ്സ്ക്രൈബേഴ്സ് നിലവിലുള്ളൂ. അതൊന്ന് കൂട്ടണം, ഒരു 500 വരെയെങ്കിലും ആക്കണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക, സപ്പോർട്ട് ചെയ്യുക മാക്സിമം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ഞാൻ തരുന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ഈ ഫാം പണിയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടിയിട്ടല്ല ഫാം പണിയുന്നത്, കോഴികൾക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാം പണിയുന്നത്. കോഴികൾക്ക് കിടക്കുന്ന ഉദ്ദേശം എന്താണ്? അതിന് നല്ല രീതിയിൽ വായുവും ഇതെല്ലാം കയറുന്ന പാകത്തിന് വേണം നമ്മൾ ഫാം ഉണ്ടാകും. ഒരു ഷെഡ് ഉണ്ടാക്കിയാൽ അതിനകത്ത് കോഴി കിടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം. നമുക്ക് പണി എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫാം അല്ല പണിയുന്നത്. കോഴികൾക്ക് അതൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പണിയാൻ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫാം പണിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഫാം പണിയുന്നതിൻ്റെ ലൊക്കേഷൻ എപ്പോഴും പണിയുമ്പോൾ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ വേണം പണിയാൻ. എന്തുകൊണ്ട് കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയുന്നതാണ്. ഉച്ച സമയത്ത് വെയിൽ ഷെഡിനകത്ത് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. പിന്നെ അതിൻ്റെ നീളവും വീതിയും തന്നെയാണ് പറയാനുള്ളത്. നീളം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സ്ഥലത്തിൻ്റെ പരിമിതി അനുസരിച്ച് നീളം കൂട്ടാം. പക്ഷേ വീതി ഒരിക്കലും 30 അടിയോ അതിൽ കൂടുതലോ ആവാൻ പാടില്ല. 25 അടിയോ അതിൽ താഴെയോ വെക്കുക. 30 അടി പണിയുമ്പോൾ എന്താണ് സംഭവിക്കുക വെച്ചാൽ കാറ്റോട്ടം കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ കാറ്റോട്ടം കുറയുമ്പോഴത്തേക്ക് നമ്മൾ ഫാം ഫാൻ വെക്കേണ്ട സാഹചര്യം ഫാമിൽ വരും. 25 അടിയും അതിൽ താഴെയും പണിയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കാറ്റോട്ടം കൂടി കോഴികൾക്ക് കുറുകലോ അങ്ങനത്തെ വരാതിരിക്കാനുള്ള സാഹചര്യം വളരെ കുറവായിരിക്കും. രണ്ടാമത്തെ പോയിൻ്റ് റൂഫിംഗ് ആണ്. പലതരം റൂഫിംഗ് ഉണ്ട്, നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. 2 പോയിൻ്റാണ് ഞാൻ അതിനകത്ത് പറയുന്നത്. ഒന്ന് പറയുമ്പം അതിൻ്റെ സെൻറ്റർ ഹൈറ്റും സൈഡ് ഹൈറ്റും പിന്നെ വെക്കുന്ന ഒരു രീതിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. സെൻറ്റർ ഹൈറ്റ് 12 to 14 അടി നിൽക്കണം. അത് ചൂടുള്ള സ്ഥലത്താണെങ്കിൽ അതിലും പറ്റുന്ന ഹൈറ്റ് കൂട്ടുക. സൈഡ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു 9 to 10 അടിയിലെങ്കിലും നിൽക്കണം. അതിൽ 10 അടിയാണ് ഏറ്റവും നല്ലത്. ഇത് എന്തിനാണ് വെക്കുന്നത് വെച്ചാൽ ചൂട് പെട്ടെന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സഹായിക്കും നിങ്ങളെ. അടി കൂടുതൽ വെക്കുമ്പോൾ കാറ്റുള്ള സ്ഥലത്താണെങ്കിൽ അടി കൂടുതൽ വെക്കാൻ പറ്റില്ല, അതൊന്നും മനസ്സിൽ ഓർക്കണം. നിങ്ങളുടെ ഫാമിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് അത് വന്ന് കണ്ടാലേ അറിയുള്ളൂ. അത് ലൊക്കേഷൻ അനുസരിച്ച് നിങ്ങളത് 10 12 സെൻറ്റർ ഹൈറ്റോ സൈഡ് 10 ആക്കി പണിയാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളത്, ഷീറ്റാണ് പണിയുന്നതെങ്കിൽ അത് ഒരുമിച്ച് വയ്ക്കാതെ കൂട്ടിച്ചേർത്ത് വയ്ക്കാതെ, ഏറ്റവും മുകളിലത്തെ കാര്യം പറയുന്നത്, ഏറ്റവും മുകളിൽ കൂട്ടിച്ചേർത്ത് വയ്ക്കാതെ അതൊന്ന് വിട്ട് ഇച്ചിരി ഹൈറ്റ് കൂടുതൽ ഒരു ഷീറ്റിന് കൊടുത്താൽ നല്ലതായിരിക്കും. അതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ വീഡിയോ കാണുന്ന പോലെ ഇങ്ങനെ വേണം ഷീറ്റ് പണിയാൻ വേണ്ടിയിട്ട്. അതായത് ഗ്യാപ്പ് വിട്ട് വേണം പണിയാൻ. ഇച്ചിരി ഗ്യാപ്പ് വിടണം. അതിനകത്ത് കമ്പിനെറ്റ് അല്ലെങ്കിൽ വല, ഇത് നിർബന്ധം. ഇതിപ്പോൾ വലയാണ് വെച്ചിരിക്കുന്നത്, എന്തായാലും നിർബന്ധമായിട്ട് ഇത് വെക്കേണ്ടതാണ്. ഇതെന്തായാലും ചെയ്യണം. നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പിനെറ്റ് എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ചെയ്യണം തന്നെയാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. കാരണം വെച്ചാൽ ചൂടും അമോണിയൊക്കെ പെട്ടെന്ന് അതിൽ കൂടെ പോകാനുള്ള എളുപ്പമാണ്. അപ്പം 3ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് തറ നിർമ്മാണത്തിനെ കുറിച്ചാണ്. കോൺക്രീറ്റ് തറയാണ് നമുക്ക് എപ്പോഴും നല്ലത്. മൺതറയാണെങ്കിൽ അതിനകത്ത് ഈർപ്പം വലിഞ്ഞു കയറാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് എപ്പോഴും നല്ലത് കോൺക്രീറ്റ് തറ തന്നെയാണ്. ഞങ്ങളോട് പലരും പറയും മൺതറയാണ് നല്ലതെന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും നമുക്ക് ഇളക്കാനാണെങ്കിലും അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലത് കോൺക്രീറ്റ് തറ തന്നെയാണ്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. സൈഡ് നെറ്റും ഭിത്തിയാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. ഭിത്തിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ 1 അടി മാത്രം ആക്കുക ഹൈറ്റ്. സൈഡ് നെറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കുറച്ചെങ്കിലും കമ്പി നെറ്റ് യൂസ് ചെയ്തിട്ട് വേണം സൈഡ് കെട്ടാൻ വേണ്ടിയിട്ട്. ഒരു പകുതിയെങ്കിലും കമ്പി നെറ്റ് എന്തായാലും വേണം. കാരണം നമ്മുടെ
ബേഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി മൃഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതിനൊക്കെ ഒരു അളവിൽ കൂടുതൽ പിടിച്ച് നിർത്തുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ നെറ്റ് വലയൊക്കെ ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ പകുതിയെങ്കിലും കമ്മ്യൂണിറ്റി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കർട്ടൻ മാനേജ്മെൻറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ടാർപോളിൻ ഷീറ്റ് നമുക്ക് എത്ര കിട്ടിയാലും മതിയാവാത്തൊന്നാണ്. മഴ സമയത്ത് ആണെങ്കിലും ബ്രൂഡിങ് സമയത്താണെങ്കിലും അത് അനിവാര്യമാണ് നമുക്കെപ്പോഴും. ഫാമിലെ എല്ലാ സൈഡും നമ്മൾ അടച്ചിട്ടിട്ടാണ് ബ്രൂഡ് ചെയ്യുന്നത്, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ. പിന്നെ ഈ കർട്ടൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്, കർട്ടൻ കെട്ടുന്ന മിക്ക ആൾക്കാരും കെട്ടുന്നത് താഴെ നിന്ന് മുകളിലേക്ക് പൊക്കിയാണ് കെട്ടുന്നത്. അങ്ങനെ കെട്ടുമ്പോൾ നമ്മുടെ ചൂട് കറക്റ്റായിട്ട് പുറത്ത് പോകണമെന്നില്ല. കാരണം ഈ ചൂടെല്ലാം നിൽക്കുന്നത് മുകളിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മുകളിൽ ഈ ടാർപോളിൻ ഷീറ്റ് കെട്ടി വെക്കുമ്പോഴത്തേക്കും എന്ത് പറ്റും, അത് പുറത്ത് പോകാതിരിക്കും. അതിനേക്കാൾ നല്ലത് താഴെ കെട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മുകളിൽ നിന്ന് താഴേക്ക് കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ ടാർപോളിൻ ഷീറ്റ് കെട്ടാൻ, സൈഡ് കെട്ടാൻ. അതുപോലെ തന്നെ ഈ ആറാമത്തെ, അതായത് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജലലഭ്യതയാണ്. നമ്മൾ ഫാം പണിയുന്ന സ്ഥലത്ത് എപ്പോഴും നല്ല വെള്ളം ഉണ്ടായിരിക്കണം, നമ്മളെപ്പോഴും ഉറപ്പുവരുത്തണം. അതിപ്പം ഏത് കാലാവസ്ഥയ്ക്കാണെങ്കിലും നമുക്കവിടെ വെള്ളം ഉണ്ടാവണം എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി കാണേണ്ട ഒരു സാധനമാണ്. അതുമാത്രം പോരാ, ഇതിനകത്ത് എന്തോരം കണ്ടാമിനേഷൻ ഉണ്ടെന്നും നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അത് എല്ലാ ബാച്ചിലും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. ചൂട് കാലത്താണെങ്കിലും ശരി, നല്ല ചൂട് കാലത്തും നല്ല മഴക്കാലത്തും നമ്മളുടെ വെള്ളം നല്ല രീതിക്ക് കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വെള്ളം പരിശോധിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കണ്ടാമിനേറ്റ് ആണെങ്കിൽ അവിടെ നിന്ന് തന്നെ അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ മാക്സിമം പരിശോധിച്ച് കണ്ടാമിനേഷൻ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ അവിടെ നിന്ന് ഫാം പണിയാൻ തുടങ്ങാൻ തന്നെ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ പരമാവധി അയക്കാം, എനിക്കറിയുന്നതാണെങ്കിൽ റീപ്ലൈ അയക്കാൻ ശ്രമിക്കാം. പിന്നെ എനിക്ക് പറയാനുള്ള, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതുപോലെയുള്ള വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ മുന്നോട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ഞാൻ കൊണ്ടുവരുന്നതാണ്. ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് പാർട്ട് 2 വേണമെങ്കിൽ പാർട്ട് 2 കമൻറ്റ് ചെയ്താൽ മതി. മാക്സിമം കമൻറ്റ് കിട്ടുന്ന അനുസരിച്ച് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്.